എല്ലാവർക്കും ഹാർദവമായ നമസ്കാരം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ന് കരുതാം, പക്ഷെ സിമ്പിൾ അല്ല, പക്ഷെ ഒത്തിരി ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു അവബോധം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. എന്തായാലും നിങ്ങൾ പൂർണ്ണമായും വീഡിയോ കാണുക. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കോളേജിന് ക്ലാസ് പോലെ എടുത്ത് കൊടുത്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് കേൾക്കേണ്ടതായിട്ടുള്ളതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാവർക്കും കേൾക്കാൻ പറ്റട്ടെ, സാധിക്കട്ടെ, ഉപയോഗകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ മാത്രമല്ല, ഇമ്മ്യൂണിറ്റി ഉണ്ട്. ന്യൂട്രീഷനും ഇമ്മ്യൂണിറ്റിയാണ് മെയിനായിട്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ഉള്ളൊരു ടോപ്പിക് എന്ന് കരുതപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു കാര്യമാണ് ന്യൂട്രീഷൻ. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, ഉച്ചയൊക്കെ സമയമാകുമ്പം അതിന്റെ സമയമാകുമ്പം കഴിക്കുന്നു, രാത്രിയാകുമ്പോൾ പിന്നെയും. അതിനിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സസൈസ്, സ്ട്രെസ് റിലീവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കഴിക്കണ്ട എന്നുള്ളത്. നമ്മളിപ്പോ ഒരു രസത്തിന് വേണ്ടി ചുമ്മാ ബേക്കറി പോയി കുറച്ച് കഴിക്കും, പക്ഷെ ഇതൊരു ഹാബിറ്റ് ആകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പൊ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇപ്പം ഒരു ദിവസം പോയി പപ്സ് കഴിച്ചു, അപ്പൊ അടുത്ത ദിവസം പിന്നെ ഒന്നുകൂടെ പോയി കഴിച്ചു. പക്ഷെ അത് ആഴ്ച ഒരിക്കൽ കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഇതൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ, എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റി ആസിഡ്സ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ഒന്ന് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ലിവറാണ് ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് പോലുള്ള സാധനം. അപ്പോൾ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവും. ചില മെഡിസിൻസ് ലോങ് ടേമിൽ കൺസ്യൂം ചെയ്യുന്ന പോലെയാണ്. ചില മെഡിസിൻസ് പറഞ്ഞാൽ, എസ്പെഷ്യലി സ്റ്റിറോയിഡ്സ് പോലുള്ള സാധനങ്ങൾ ഓവർ ലോങ് പീരീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ പിന്നെ ശരീരത്തിൽ കാണാൻ പറ്റും. ഇമ്മ്യൂണിറ്റി ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ബേസിക് ആയിട്ട് എന്താണ് ഇമ്മ്യൂണിറ്റി, എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയാം. കാരണം അത് പറയാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ന്യൂട്രീഷൻ എന്ന് നോക്കാം. ആൾക്ക് നല്ല വണ്ണം ഉണ്ട് എന്ന് കരുതിയ ആൾക്ക് ഇഷ്ടംപോലെ ന്യൂട്രീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ഒബീസിറ്റി ഒരു ഡിസീസാണ്. പക്ഷെ ഒബീസിറ്റി അല്ലാതെ നോർമലായിട്ട് വണ്ണം ഉള്ള ഒരാൾക്ക് തന്നെ, നോർമലായിട്ട് ബിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പഠിക്കുന്നതാണ്. ഇപ്പൊ ഹെൽത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെയാണ്? ഹെൽത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെയാണ്? ഫിസിക്കലായിട്ട്, മെന്റലായിട്ട്, സോഷ്യലായിട്ട് ഉള്ള വെൽബീങ്. ഫിസിക്കലി നല്ലതാണ് ആയിട്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ടൊരു ഹെൽത്ത് ആവുന്നില്ല, അല്ലെങ്കിൽ ഹെൽത്തിന്റെ ഡെഫിനിഷനിൽ വരുന്നില്ല. അത് ശരിയാണ്. ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരാള്, അത് എക്സ്റ്റേണൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരാള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെന്റലായിട്ട് പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മെയിൻ്റനൻസ് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് ഒരു സമയത്ത് ഒരു അക്യൂട്ട് ആയിട്ടുള്ള, ഇപ്പോഴത്തെ ഒരു ടേമിൽ ചിലപ്പോൾ പ്രശ്നം വന്നെന്നിരിക്കത്തില്ല, പക്ഷെ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കുറച്ച് നാൾ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതും ഇമ്മ്യൂണിറ്റി ആയിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ഇമ്മ്യൂണിറ്റി ഇത് ഡാമേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതൽ. നമ്മൾ അതായത് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കാര്യം സ്ട്രെസ്സാണ്. സ്ട്രെസ് കുറെ നാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല, ചെറിയ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാനിക് ഡിസോർഡർ ആയിരിക്കാം. നിങ്ങളും ഇത് പഠിക്കുന്നതാണെന്ന് തോന്നുന്നു, കാരണം സൈക്കോളജിയിൽ വരുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പല ഡിസീസുകളും ഇപ്പം ഈ മോഡേൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് സൈക്കോസൊമാറ്റിക് എന്നുള്ളൊരു കാറ്റഗറിയിലാണ്. പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും സ്റ്റഡി നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് പല ഡിസീസുകളും, എസ്പെഷ്യലി ഓട്ടോഇമ്യൂൺ ഡിസീസ്, അതിന്റെ ട്രിഗർ ഫാക്ടറായിട്ട് സ്ട്രെസ് അതിനകത്ത് വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്രിനാലിൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അഡ്രിനാലിൻ റിലീസ് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റിറോയിഡാണ്. സ്റ്റിറോയിഡ്സ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് പലപ്പോഴും സ്റ്റിറോയിഡ് മെഡിസിൻ ഉപയോഗിക്കാം.
പക്ഷെ ഇത് ലോങ് ടേം സ്ട്രെസ് അല്ലെങ്കിൽ ലോങ് ടേം മെഡിക്കേഷൻ ഇതിൽ സംഭവിച്ചു, എസ്പെഷ്യലി സ്റ്റിറോയിഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയും, പക്ഷെ അതുപോലെ ഇമ്മ്യൂണിറ്റിയും കുറയും. ഇൻഫ്ലമേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്, എന്തിനെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു 5 സൈനാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ അതിനകത്ത് പെയിൻ വരും, റെഡ്നെസ് വരും, സ്വെല്ലിങ് വരും, ലോസ് ഓഫ് ഫങ്ഷൻ വരും മെയിനായിട്ട്. പെയിൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷന്റെ ഒരു പാർട്ടാണ്. അപ്പൊ സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോഴോ ഈ ഇൻഫ്ലമേഷൻ കുറയും. അത് ലോക്കലായിട്ടായിരിക്കും, ജനറൽ ആയിട്ടായിരിക്കും. അങ്ങനെ സ്ട്രെസ് വന്നത് കുറയുകയാണെങ്കിൽ ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം പിന്നെയും നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ട്. അക്യൂട്ടായിട്ട് നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല, പിന്നീടാണ് ഇതിന്റെ എഫക്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയുന്നു. സോ സ്റ്റേ ഹാപ്പി, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾക്ക് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളും ഇതിനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയെ നമ്മുടെ സ്വന്തമായിട്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ഡയറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ ഇപ്പം പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്തുമാത്രം ഷേപ്പ് ആവുന്നുണ്ട് എന്ന് ഡിസൈൻ. കാരണം ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ അതൊരു മെക്കാനിസമാണ്. ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ തന്നെ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരാൾക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരേ രീതിയില് ഒരു സ്റ്റിങ് കിട്ടിയെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു ജീവിയുടെ സ്റ്റിങ് കിട്ടിയെന്ന്, പക്ഷെ അത് രണ്ടുപേർക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ 2 രീതിയിലായിരിക്കും. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഡിഫറൻസിനെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോരുത്തരും ന്യൂട്രീഷനും പ്ലാൻ ചെയ്യാൻ. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്, അതാണ് ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ ഓരോരുത്തരുടെ ന്യൂട്രീഷനും നമ്മൾ അങ്ങനെ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ന്യൂട്രീഷൻ പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കണം. എല്ലാം കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ എന്നും മാറ്റം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വൈറ്റമിൻ എ കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ക്യാരറ്റ് കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ കുക്കുംബർ മാത്രമായിട്ട് കഴിക്കുന്നു. അതുകൊണ്ടായില്ല. നമ്മൾ പല ഫുഡുകൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതെങ്ങനെയാ ഉണ്ടാകുക? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ക്യാരറ്റില് കൂടുതൽ വൈറ്റമിൻസ് ഉണ്ട്, കെറോട്ടീൻസ് ഉണ്ട്, അല്ലെങ്കിൽ റെറ്റിനോൾ ഉണ്ട്. പക്ഷെ ശരീരത്തിലോട്ട് ചെല്ലുമ്പോൾ വൈറ്റമിൻ എ ആയി മാറുന്നു. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു സാധനത്തിൽ വൈറ്റമിൻ ബി ഉണ്ട്, സിട്രസ് ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി ഉണ്ട്, ഗൂസ്ബെറീസിൽ അയൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ടോക്സിക്കോസിസ് ഉണ്ടാകാൻ സാധ്യത. അതായത് കൂടുതലായിട്ടുള്ള വൈറ്റമിൻ എ കിട്ടി, അല്ലെങ്കിൽ അതിന്റെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഏതാണ്ട് 150 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്, 15 മില്ലിഗ്രാം ആണ് അതിന്റെ. അപ്പം അതിനെക്കാട്ടി കൂടുതൽ ഒത്തിരി നാള് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ടോക്സിക്കോസിസ് ആയിട്ടുള്ള എഫക്റ്റുകളുണ്ട്. കണ്ണ് കാണുന്നതിന് വരും, കണ്ണ് കാണാതെ. അതുപോലെ സ്കിൻ സിംറ്റംസ് അതൊക്കെ ഡെവലപ്പ് ആവാൻ സാധ്യതകളുണ്ട്. റിക്വയർഡ് ആയിട്ടുള്ള ഡെയിലി അലവൻസിനെ കാട്ടി ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. അതൊരു ബാലൻസ് ആയിരിക്കും. ഞാനിത് എനിക്കൊന്ന് പറഞ്ഞു വന്നു തോന്നുന്നു. ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേ ബേസിക്കലി എന്താ പറയാ, നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമുക്ക് കിട്ടുന്നതാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു കുട്ടി ജനിക്കുമ്പോഴേ, അല്ലെങ്കിൽ ബോംബില് അമ്മയുടെ ഉദരത്തിലുള്ള സമയത്ത് ബ്ലഡിൽ കൂടെ, പ്ലാസന്റയിൽ കൂടെയാണ് കിട്ടുന്നത്. എസ്പെഷ്യലി IgE എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ലിംഫോസൈറ്റ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അത് പിന്നീട് ഡെവലപ്പ് ആവുന്നതാണ്. ഫസ്റ്റ് തൈമസിൽ തുടങ്ങി, പിന്നെ ലിവറും എല്ലാം കൂടെ ചേർന്നിട്ട് ജനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പായിട്ട് ബോൺ മാരോയും കൂടെ അതിന്റെ അതേ രീതിയിൽ ഫങ്ഷനിങ് തുടങ്ങി പിന്നെ ഉണ്ടാവുന്നതാണ് ഈ ഇമ്മ്യൂണിറ്റി. ശരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുവരെയുള്ള നമുക്ക് വേണമെങ്കിൽ പറയാം പാസീവ് ഇമ്മ്യൂണിറ്റി തന്നെയാണ്, അമ്മയുടെ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി തന്നെയാണ് അതുവരെയുള്ളത്.
ഓവർ കോഴ്സ് ഓഫ് ടൈം പിന്നീട് വാക്സിനേഷൻ എടുക്കുന്നു. അതും ഒരു ടൈപ്പ് ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു, വാക്സിനേഷൻ എടുത്തു എന്ന് പറയാം. അപ്പം അതിൽ നിന്ന് ജനറേറ്റ് ആവുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണൈസേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സെറം ഇഞ്ചെക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നത് പാസീവ് ആണ്. അല്ലാതെ വാക്സിനേഷൻ ഇപ്പൊ നമ്മൾ പറയുന്ന കോവിഷീൽഡൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ഒരു തരത്തില് ആക്റ്റീവ് ആണ്. ഇമ്മ്യൂണൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അനുസരിച്ച് മെമ്മറി ഓർത്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലൊരു അറ്റാക്ക് വരികയാണെങ്കിൽ പിന്നീട് ഇത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനും കോംപ്ലിക്കേഷൻ കുറയ്ക്കാനും വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് വാക്സിനേഷൻ. അപ്പോൾ ഓരോ കോഴ്സ് ഓഫ് ടൈം അതിനുശേഷം കുറച്ചുകൂടെ കുട്ടി വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പല പല സാഹചര്യങ്ങളുമായിട്ട് കുട്ടി പൊരുത്തപ്പെടും എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ അപ്പോഴേ വരാം, പല വൈറസുകൾ ഒന്ന് അറ്റാക്ക് ചെയ്യാം, പല ബാക്ടീരിയൽ അറ്റാക്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ടി സെൽസ്, ടി ഹെൽപ്പർ സെൽസ്, പ്ലാസ്മ സെൽസ് എന്നൊക്കെ പറഞ്ഞ് ചില സെൽസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ് അല്ലെങ്കിൽ WBC, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുന്നത് WBC. ഈ സെൽസ് റിമെമ്പർ ചെയ്യും. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ അറ്റാക്ക് പിന്നെ ഒരിക്കലും ആ സെല്ലിന്റെ ലൈഫ് തീരും വരെ അത് മറക്കത്തില്ല. അപ്പം പക്ഷെ അതൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് വരെ ആയിരിക്കും അതിന്റെ ഓർമ്മ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അതും മറക്കും. അത് നമ്മുടെ ഓർമ്മ നമ്മുടെ ജനറേഷൻ പാസ് ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ സെല്ലുകളും പലപ്പോഴും അതുപോലെ എപ്പോഴും ചെയ്യണമെന്നില്ല. അപ്പൊ അതിനൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ അതും അങ്ങ് പതിയെ അങ്ങ് ഡിക്ലൈൻ ആവും. അപ്പൊ അതാണിപ്പോ പണ്ട് നമുക്കൊരു ഏതെങ്കിലും ഒരു ഫ്ലൂവിന്റെ ഒരു അറ്റാക്ക് വന്നാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് പെട്ടെന്ന് വരാനുള്ള സാധ്യതയും കുറയും. പിന്നെ അതിന്റെ സ്ട്രെയിനുകളുണ്ട്. ഇപ്പം ഒരു സ്ട്രെയിനിന്റെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ സ്ട്രെയിനിന്റെ മെമ്മറി ശരീരത്തിൽ കാണും. പക്ഷെ വേറൊരു സ്ട്രെയിൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പ്രോബ്ലം പിന്നെ അവിടെ കാണും, പിന്നെ അറ്റാക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതാണിപ്പം കോവിഡിന്റെ കാര്യത്തിലും പലർക്കും ഒരു പേടിയുള്ളതൊക്കെ. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പലതരത്തില് നമ്മുടെ ശരീരത്തിന് ഓൾറെഡി ഉള്ള ഡിഫൻസ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓൾറെഡി ഉള്ള ഡിഫൻസ് എന്ന് പറയുന്നത് സ്കിൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജന്റ് നമ്മുടെ ശരീരത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു ഷീൽഡ് ആണെന്ന് വേണേൽ പറയാം. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെ പാത്തോജൻസ് ഒന്നും വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. അതിനു വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, അല്ലാതെ ജസ്റ്റ് കോസ്മെറ്റിക് ആയ വേണ്ടി മാത്രമല്ല സ്കിൻ ആയിട്ടുള്ളത്. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഒരു മെക്കാനിസമാണ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്ന് പറയാം, പാസീവ് ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ കണ്ണുനീര്, നമ്മുടെ കണ്ണിൽ വരുന്ന അത് ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതുപോലെ നമ്മുടെ വയറ്റിലെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡിഫൻസ് മെക്കാനിസം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ച് അധികം കോംപ്ലിക്കേഷൻ വരാതെ ഒതുക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയറ്. അത് നമുക്കറിയാം, അതിനകത്ത് HCl ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഏതാണ്ട് 1.5 അടുപ്പിച്ച് വരുന്ന ഒരു pH-ലാണ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് വയറ്റിനകത്ത്. പക്ഷെ ഇത് നമ്മൾ അറിയാത്തത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടുള്ള മ്യൂക്കസ് മെംബ്രെയിൻ അതിനെ കവർ ചെയ്യുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ഈ വാട്ടർ ബ്രാഷ് പോലെ കുളിച്ചതായിട്ടുള്ള പോലെ എന്തെങ്കിലും വരുമ്പോഴാണ് അതിന്റെ ചെറിയൊരു അംശം നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോഴത്തെ പലതും കൊണ്ട് മിക്സ്ഡ് ആണ്. അതൊന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിലല്ല നമ്മൾ അതിന്റെ കാര്യം അറിയുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇതൊക്കെയാണ് അതിനകത്തെ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഫ്ലോയില്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം പിന്നെ പറയാന്ന് വെച്ചാല് അതിനകത്ത് വൈറ്റമിൻസ്, മിനറൽസ്, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ നോർമലി എന്തൊക്കെയാ ഉള്ളത്,
കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ കഴിക്കുന്ന മിക്കവാറും എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെ വരും ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ വിചാരിക്കും ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സിൽ മാത്രമുള്ളതാണ്. പ്രത്യേകം ഷുഗർ വരുന്ന ആൾക്കാർക്ക് നമ്മൾ പറയും മധുരമുള്ളത് കഴിക്കരുത്. അതെ അതെ, റൈസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പോൾ ഷുഗർ വരുന്ന ഒരാൾക്ക് നമ്മൾ പറയുന്ന കൺട്രോൾ ചെയ്യാൻ പറയുന്നത് ഈ മധുരമുള്ളത് നമ്മൾ പൊതുവെ ഒഴിവാക്കാനായിട്ട് പറയും. മധുരമുള്ളത് ഒഴിവാക്കാൻ പറഞ്ഞാൽ പക്ഷെ അതിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ സർജ് പെട്ടെന്ന് വരാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. വേറെ ടപ്പിയൊക്കെയുടെ കാര്യം പറഞ്ഞു, കറക്റ്റ്. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഉണ്ട്, പെട്ടെന്ന് അതിനകത്ത് റിലീസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോഴ് ഷുഗർ ഉള്ള ഒരാൾക്ക് ഇതിന്റെ കൺട്രോൾ ഇല്ല. അപ്പം പെട്ടെന്ന് ബ്ലഡിൽ അതിന്റെ സർജ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇങ്ങനെ സർജ് ഉണ്ടായാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറെ നാൾ ഇങ്ങനെ സർജ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എസ്പെഷ്യലി HbA1c ലെവൽ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിന്റെ ലെവൽ കുറെ നാൾ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോബ്ലം കോംപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് ഇതിന്റെ ആ ഒരു എനർജി കിട്ടത്തില്ല എന്നുള്ള. ഇപ്പൊ ശരിക്കും പ്രൊവൈഡ് ആവേണ്ട ഒരു ഗ്ലൂക്കോസ് ഓരോ മസിൽ സെൽസിനും കിട്ടാതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഈ ഗ്ലൂക്കോസ് കഴിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റൈസ് എന്നുള്ളൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ മാക്രോ ന്യൂട്രിയൻസിലാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, അതുപോലെ പ്രോട്ടീൻസ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം 5 വൈറ്റ് പോയിസൺസ് ഉണ്ട്, അതിനകത്ത് ഒന്നാണ് ഈ റൈസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. 5 വൈറ്റ് പോയിസൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷുഗർ വരും, സോൾട്ട് വരും, മൈദ വരും. മൈദ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അത് മാത്രമല്ല മൈദ അബ്സോർബ് ചെയ്യാനായിട്ട് കുറെ ന്യൂട്രിയൻസ് അങ്ങോട്ട് ചിലവാക്കേണ്ടി വരും. നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഈ പല സാധനങ്ങളും, ഈ മയണീസ് ഒക്കെ ആണെങ്കിലും ഈ പപ്സ് ഒക്കെ ആണെങ്കിലും എല്ലാം അതിനകത്ത് ഒത്തിരി പൊറോട്ട ആണെങ്കിലും ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതെ, അപ്പോഴ് ഈ സാധനങ്ങള് നമ്മുടെ ലൈഫിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ആ സാധനം മാത്രമൊന്നുമല്ല, അതിലും കണ്ടാമിനേറ്റഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏതാ ആക്ച്വലി മൈദ എന്ന് പറയുന്നത് ഓൾറെഡി ഒന്നും ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. അതിന്റെ കൂട്ടത്തില് നമുക്ക് കിട്ടുന്നതും കൂടെ ഈ അഴുക്ക സാധനങ്ങളാണ്. ഓരോരുത്തര് ചവിട്ടി മെതിച്ചൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമുക്കല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യം നമ്മൾ സ്വാദും ടേസ്റ്റും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് വരും, പ്രിസർവേറ്റീവ്സ് വരും, ടേസ്റ്റ് മേക്കേഴ്സ് വരും. അതെല്ലാം കൂടെ വരുമ്പോൾ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ് ഫാറ്റ് വരും, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വരും. അങ്ങനെ വരുമ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം അത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും. ഇത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ നാള് ഈ ഒരു നല്ലൊരു വീഗൻ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പല പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പം വരുന്നൊരു എസ്പെഷ്യലി നമുക്ക് വരുന്നൊരു റിഫ്രഷ്മെന്റ് ഉണ്ടാകും. ആ ഒരു റിഫ്രഷ്മെന്റ് എല്ലാം മാറി ഒരു ഡാമൻഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ വരും. ഇത് എപ്പോഴാണ് നമ്മൾ കുറെ നാളൊരു നല്ലൊരു വീഗൻ ഡയറ്റ് അതുപോലെ ഫോളോ ചെയ്തിട്ട്, മറ്റേത് നോൺ ഹെൽത്തി അൺഹെൽത്തി ആണെന്നല്ല, അതേ രീതിയിലുള്ള ഫുഡ്സ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചിക്കൻ ആണെങ്കിൽ തന്നെ ഇപ്പം മാനുഫാക്ചറിങ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കിയത് കഴിച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഹോർമോൺസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഞ്ചെക്ട് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഓവർ പീരീഡ് ഓഫ് ടൈം കഴിക്കുമ്പോൾ അതിനകത്തെ ഹോർമോൺസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ടും വന്ന് കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മാക്രോ ന്യൂട്രിയൻസിന്റെ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കേണ്ടത് ഈ ഗ്ലൂക്കോസിന്റെ സർജ് എത്രമാത്രം ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടാകുന്ന സർജ് അധികം ഉണ്ടാക്കാതെ അതിനെ കുറയ്ക്കുക. പെട്ടെന്ന് ഇപ്പൊ ഉണ്ടാവുന്നത് പക്ഷെ ഈ പഴം, ഫ്രൂട്ട്സ്, അധികം പഴുക്കാത്ത പഴങ്ങള് അതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, അത് ഗ്ലൂക്കോസ് മാത്രമല്ല അതിനകത്ത് ഫ്രക്ടോസും ഉണ്ട്. അപ്പൊ അതിനകത്ത് റിലീസും സ്ലോ ആയിരിക്കും. നമുക്ക് എനർജി കൂടുതൽ നിൽക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ കൂടുതൽ നേരം നമ്മുടെ എനർജി നിൽക്കും. നല്ല സാധനമായിരിക്കണം. ഇപ്പം അതിന്റെ പുറത്തെ വാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം
നല്ല സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കുറവാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു സോഴ്സ് നമ്മുടെ വീട് തന്നെയാണ്. അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പാർട്ട് വരുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ പാർട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആസ്പെക്റ്റുകളാണ്. അതാണ് നമുക്ക് സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ അത് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, ഇത് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ സ്വന്തമായിട്ട് ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇത് ഡയറ്റ് എന്നുള്ള കാര്യം മാത്രമല്ല, ഇതിനകത്ത് എക്സസൈസ് വരും, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്രീത്തിങ് വരും, സ്റ്റേണസ് ആയിട്ടുള്ള എക്സസൈസ് വരും, നോർമൽ ആയിട്ടുള്ള വാക്കിംഗ് വരും. ഇതിനെല്ലാത്തിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ആണ്. ഇപ്പം സെറ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് ചെയ്യുന്ന എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്ന അല്ലെങ്കിൽ എയറോബിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ നല്ല പവർ വരും. മസിൽസ്, അതുപോലെ തന്നെ ഹാർട്ട്, ലങ്സിനൊക്കെ പവർ വരും. പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വാക്കിംഗ് ചെയ്യുമ്പോഴേ തന്നെ അതിന് അതിൻ്റെതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഡെയിലി അങ്ങനെ വർക്ക് ചെയ്യാൻ തന്നെ ഹാർട്ടിനകത്തുള്ള ചില മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിനാണ് പലപ്പോഴും ബ്ലോക്ക് വരുന്നതും പ്രശ്നം വരുന്നതും ഒക്കെ ഇതിനെയാണ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പൊ അത് വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഓരോന്നിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ അത് എക്സസൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അതിന്റെ കാര്യം എന്ന് വെച്ചാൽ യോഗ ചെയ്യുമ്പോൾ ചില പെർട്ടിക്കുലർ പോസ്റ്റേഴ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓരോ പോസ്റ്ററിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തിട്ട് നോർമൽ റിലാക്സ്ഡ് ആയിട്ടുള്ള പോർഷനിൽ വരിക എന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ അതിൻ്റെതായ സ്ട്രെങ്ത് കൊടുക്കും മസിൽസിന്. അപ്പൊ ചില കെമിക്കൽസ് അവിടെ റിലീസ് ആവുകയും ആ ഒരു പോർഷന് മാത്രമല്ല, പക്ഷെ അത് ഹോൾ ബോഡി അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും ചെയ്യും. അവിടെ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മസിലിനെ ഇത് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എത്താതെ ഇരിക്കുന്ന പല ഘടകങ്ങളുണ്ട്. മീൻസ് അകത്ത് ജോയിൻസിനകത്ത് ചില പാർട്ടുകളുണ്ട്. അവിടെയൊക്കെ ബ്ലഡ് എത്തുകയും ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പം എയർ കിട്ടാത്ത ഒരാൾക്ക് എയർ കിട്ടിയ എങ്ങനെയായിരിക്കും, അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. അത് നമ്മൾ കുറച്ചൊന്ന് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. റെഗുലർ ആയിരിക്കണം എന്നുള്ളതാണ് കാര്യം. അപ്പം പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്യുമ്പോഴേ നമ്മളങ്ങ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കാണാത്തപ്പോൾ നമ്മളങ്ങ് ഡൗൺ ആവും. പിന്നെ അതിനകത്ത് നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്തതും കൂടെ ഇല്ലാതെ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേജ്. പക്ഷെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ വരും. കാരണം ഈ ലോകത്തിന്റെ ഒരു സഞ്ചാരം വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ഇതാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് കാര്യവും അത്ര പെട്ടെന്ന് സംഭവിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിൽ അത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. നമ്മളിപ്പോ ഒന്ന് ജനിച്ചു, നമുക്ക് പെട്ടെന്ന് നാളെ 20 വയസ്സായിട്ടുള്ള ഒരാളായി മാറാൻ. അപ്പം അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒക്കറൻസ് ആണ്. ഇത്രയും നാളുകൊണ്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് അസുഖത്തിനെ മാറ്റണം. ഓക്കെ, ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്ക് നമ്മൾ ഏൺ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മള് പെട്ടെന്നൊരു ദിവസം മരുന്ന് കഴിച്ച് നമ്മൾ മാറ്റേണ്ടതല്ല. പക്ഷെ അത് ലൈഫ് സ്റ്റൈലാണ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ലൈഫ് സ്റ്റൈലിനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇമ്മ്യൂണിറ്റിയുടെ പാർട്ട് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു കോവിഡിന്റെ ഒരു അവസ്ഥയാണെങ്കിൽ തന്നെ പലരും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. ആ ഒരു സമയം മാക്സിമം ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുക ചെയ്യേണ്ടത്. പല കാര്യങ്ങളായിട്ട്, എക്സസൈസ് മാത്രമല്ല, വേറെ പല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ അത് നമ്മൾ മാക്സിമം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഈ കുറിച്ചാണ് മാക്രോ ന്യൂട്രിയൻസ്. അപ്പം ഈ റൈസ് മാത്രം ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമല്ല. നമ്മളിപ്പം ഗോതമ്പിലുണ്ട് ഷുഗർ ഗോതമ്പിലുണ്ട്, റൈസിലും ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു പൊട്ടാറ്റോയില്, ടപ്പിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള അളവുണ്ട്. അപ്പം ഷുഗർ ഉള്ള ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സർജ് ആവാനുള്ള ചാൻസ്. പക്ഷെ ആ ആളെ കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രോട്ടീൻസിന്റെ കാര്യം, പ്രോട്ടീൻസ് ഇപ്പൊ ഒന്നും ഓവർ ആവാൻ പാടില്ല. പ്രോട്ടീൻസ് ശരീരത്തിൽ കൂടുതലായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിനിന്റെ അളവ് പോകും. പക്ഷെ അത് ദിവസം 1 ഗ്രാമാണ് പറയുന്നത്, ഡെയിലി 1 ഗ്രാം പ്രോട്ടീൻ. ആ ഒരു രീതിക്ക് ശരീരത്തിനകത്ത് കിട്ടണമെന്നുള്ള പ്രോട്ടീൻസ് എപ്പോഴും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് 1 കിലോ കണക്കിന് കഴിക്കാൻ പറ്റും നല്ല പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏറ്റവും
ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയാൻ പറ്റുന്നത് മീനാണ്. മീനിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് തീരെ കുറവാണ്. അത് നിങ്ങളുടെ ഡെയിലി ആയിട്ടുള്ള ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ഇതുപോലെ ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് വരുന്ന അതിന്റെ കാര്യമല്ല പറയാം. പിന്നെയും നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം, ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കുക, വീട്ടിലുണ്ടാകുന്ന മാക്സിമം ഉപയോഗിക്കുക. പിന്നെ ഇതുപോലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ അല്ല പലപ്പോഴും. നല്ല സാധനങ്ങൾ കിട്ടുമ്പോഴേ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതാണ് പ്രോട്ടീൻസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അതൊരു ഒരേ രീതിക്ക് നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ഒരുപോലെ കഴിക്കണം. ഒരു സാധനം മാത്രം കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ചെടിയുണ്ട്, ആ ചെടി വളരുകയാണ്. അപ്പൊ അവിടെ ചെടി വളരാൻ എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം, നല്ലൊരു ഗ്രൗണ്ട് വേണം. ഓക്കെ, എയർ ഒന്നും കുറച്ച് എയറേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണം. പശ പോലത്തെ മണ്ണിൽ അധികം വളരത്തില്ല, അതിനുള്ള സ്പേസ് വേണം. അത്യാവശ്യം കാർബൺ ഡയോക്സൈഡ് ഒക്കെ വേണം. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വരുന്നത്. പക്ഷെ ഏതെങ്കിലും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കാര്യം ഇല്ല. അത് കൂടുതലായിട്ടുള്ള സൺലൈറ്റ് ഉണ്ട്, ബാക്കി വെള്ളമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുപോലാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഒത്തിരിയും കഴിച്ചു, അത് ഹെൽത്തി ആണോ? അല്ല. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കഴിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രീഷൻ മാത്രം കഴിച്ചാലോ അത് നമുക്ക് ഒരു ഹെൽത്ത് എന്നുള്ളൊരു കാറ്റഗറി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്ലേറ്റിൽ എന്തൊക്കെ വേണം? എല്ലാ ന്യൂട്രിയൻസും വേണം. എസ്പെഷ്യലി എങ്ങനത്തെ ന്യൂട്രിയൻസ് ആണ് വേണ്ടത്? ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫുഡ് ആണ് അവൈലബിൾ ആയിട്ട് നമുക്ക് വേണ്ടത്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലപ്പോഴും വെളിയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം. ശരി, ടേസ്റ്റിനൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. എന്ന് പറയുമ്പോൾ മാങ്ങ. ഓക്കെ, പലതരത്തിലുള്ള മാങ്ങ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഡെയിലി ആയിട്ടുള്ള ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുള്ള ഫുഡുകളാണ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇവിടെ വളരുന്ന ഫുഡുകൾ. കാരണം അതിന്റെ ഒരു നേച്ചറായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആണ്, അഡാപ്റ്റഡ് ആണ് നമ്മുടെ ബോഡി. നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. അത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ കാര്യം. നമ്മൾ പറഞ്ഞത് ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞു, പ്രോട്ടീൻസ് പറഞ്ഞു. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഫൈബർ. പലപ്പോഴും നെഗ്ലക്ട് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പറയും ബനാനയുടെ കാര്യം. ഓക്കെ, ഫൈബർ അടങ്ങുന്ന വേറെ ഫുഡൊക്കെ പറയാം. നോർമലി തന്നെ അതിനകത്ത് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഫൈബർ എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വരും. പല ഫ്രൂട്ട്സുകളാണ് വരും, ഗ്ലൂക്കോസും ലക്ടോസും. പിന്നെ അതുപോലെ ബാക്കി പല സാധനങ്ങളും വരും, പല ഫ്രൂട്ട്സുകളും വരും. പിന്നെ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള വേറെ സാധനം അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള വളരെ സിമ്പിൾ ആണ്, ലോജിക്കലാണ്, ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ ആയിട്ടുള്ളത്. നമുക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ സ്റ്റോൺ ഉള്ളവർക്ക് അത് നോക്കി വേണം കഴിക്കാനായിട്ട്. കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലുണ്ടോ ഇല്ലയോ കഴിക്കാനുള്ളൂ, അതിന്റെ സൈസ് ഒക്കെ അനുസരിച്ച്. അപ്പോൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഇഷ്ടംപോലെ ഫൈബർ മാത്രമല്ല, അതിനകത്ത് കുറെ പ്രീബയോട്ടിക്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഗട്ടിന്റെ ഫ്ലോറ. ഗട്ട് എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് കഴിഞ്ഞ് ഇൻഡസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫ്ലോറയിൽ ഒത്തിരി ഈ പ്രോബയോട്ടിക്സ് ഉണ്ട്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ജീവികൾ, മൈക്രോ ഓർഗാനിസംസ്, മൈക്രോ എൻവയോൺമെന്റ്, മൈക്രോ ഫ്ലോറ എന്ന് പറയാൻ പറ്റില്ല, മൈക്രോ ഫോണ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ നോർമലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് അത് മാറും. ഓക്കെ, ഫുഡ് അനുസരിച്ച് മാറുന്ന വെച്ചാൽ ഇപ്പം ഡെയിലി നോൺ വെജ് കഴിക്കുന്ന ഒരാൾക്ക് ഡെയിലി വെജ് കഴിക്കുന്ന ഒരാളും കണ്ടു നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ വേറെ ആയിരിക്കും. ഇത് പറയും പോലെ തന്നെ രണ്ട് തരത്തിലുള്ള ഒരു സ്ഥലത്ത് പോകും പോലെ, ഒരു സ്ഥലത്ത് സിറ്റി ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് ടൗൺ അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം അനുസരിച്ച് അവിടുത്തെ
ഫ്ലോറയും മാറും, അവിടുത്തെ പോപ്പുലേഷൻ മാറും. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിന്റെ ഫ്ലോറയും അതിനനുസരിച്ച് മാറും. നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് അതിനകത്ത് ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി കഴിക്കുക. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ സ്വഭാവം വരെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സ്റ്റഡീസ് അനുസരിച്ച് സ്റ്റൊമക്കിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്, മെസൻട്രി. ഈവൻ ആ മെസൻട്രിക്ക് ചില ഈ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗട്ട് ഫ്ലോറ. ഗട്ട് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പാർട്ട് തന്നെ. മെസൻട്രി ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇന്റലിജൻസ് ആണ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ എന്തായി മാറും? നമ്മുടെ പാർട്ടായി മാറും, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറും. അത് നമ്മുടെ മെമ്മറിയിലോട്ട് വരികയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഫുഡ് പാർട്ടിക്കിൾ ആയിട്ടില്ല, ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ പോകുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലിൽ പോകുന്നതാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അതായിരുന്നു ഫൈബറിന്റെ കാര്യം പറഞ്ഞ. മാക്രോ ന്യൂട്രിയൻസിന്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, അതുപോലെ ഫൈബർ. ഫാറ്റ്സിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പം സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഹാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡിൽ തന്നെ ട്രാൻസ് ഫാറ്റ് ആണ് ഏറ്റവും കൂടുതൽ. വനസ്പതി പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഏതായി ബിരിയാണിയും ഒക്കെ ഈ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന, അല്ലാതെ ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ വനസ്പതിയൊക്കെ ചേർത്തിട്ടാണ്. വനസ്പതി അത്ര ഒരു നല്ലൊരു എപ്പോഴും പറയാൻ പറ്റത്തില്ല. ട്രാൻസ് ഫാറ്റ് ഒത്തിരി ഉള്ളൊരു സാധനമാണ്. അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഹോട്ടൽ ഫുഡ്സേ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൊമേഴ്ഷ്യലാണ്. ഓക്കെ, വീട്ടിലുണ്ടാക്കുന്നതല്ല, കൊമേഴ്ഷ്യലാണ്. അപ്പൊ അത്രയും കൂടെ കണ്ടാൽ മതി. കാരണം അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിൽ എന്നൊരു കാര്യമാണ്. ഓക്കെ, മണി മൈൻഡിലാണ് അവിടെ. നമ്മള് പിന്നെ അത്രയ്ക്കും അറിയാവുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും അത് കോംപ്ലിക്കേഷനും പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഒരു സാഹചര്യത്തിൽ അപ്പോഴത്തെ അക്യൂട്ടായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ ക്രോണിക് ആയിട്ടുള്ള പല ഡിസീസുകളും, ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് പോലെ തന്നെ ഉള്ള പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ഫുഡ്. ഫുഡ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുക, അതിനനുസരിച്ച് കഴിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് അല്ല, അൺസാച്ചുറേറ്റഡ്. അപ്പൊ പക്ഷെ ഫാറ്റ്സ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ കൂടെ ഒരെണ്ണം ഒരു ഫാറ്റ് പറയാനുള്ളത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ പെടുത്തുമെങ്കിലും ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ. അത് കഴിച്ചാൽ ആരും കൊളസ്ട്രോളോ കാര്യങ്ങളൊന്നും വരത്തില്ല. അത് പലതിനും മെഡിസിനാണ്. ഇത് പുതിയതായിട്ടുള്ള പല സ്റ്റഡീസിലും അതങ്ങനെ പറയുന്നുണ്ട്. അതും ഇന്ത്യയിൽ നടത്തുന്ന സ്റ്റഡീസ് അല്ല, അതൊക്കെ വെളിയിൽ നടത്തുന്ന സ്റ്റഡീസാണ്. അത് ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് നോർമലി പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമ്മൾ നോർമലി കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മളെ ഹീൽ ചെയ്യാണ്, നമുക്ക് പ്രോബ്ലം അല്ല കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ പിന്നെ സ്റ്റഡീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, പല സ്റ്റഡീസ് റിസൾട്ടാണ് പറയുന്നത്. പിന്നുള്ളത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ മിക്കവാറുള്ള എല്ലാ ഫുഡിലും ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അളവ് തീരെ കുറവാണ്. എല്ലാത്തിലും ഉണ്ട്. ഈ 3 പറയുന്ന മാക്രോ ന്യൂട്രിയൻസ് എല്ലാത്തിലും. കാർബോഹൈഡ്രേറ്റ്സ് ഒരു 95% കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കുറച്ച് ഫാറ്റ്സ് ഉണ്ട്, വളരെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് ഫൈബർ ഉണ്ട്. അതിനെക്കാട്ടി വളരെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ്. വളരെ കുറച്ച് 10⁻³ 10⁻⁻6 മൈക്രോ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ, ഈവൻ നാനോ അളവിൽ ഉണ്ടാകുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഒരു നാനോ ആ ഒരു റേഞ്ചിലൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് മാക്സിമം ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അത് നാച്ചുറലി അവൈലബിൾ ആണ്. നമ്മൾ മാക്സിമം കഴിക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പം ഫിഷ് എന്നൊക്കെ പറയുന്നത് മാക്സിമം ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ വരുന്നതാണ്. നമുക്ക് വിചാരിക്കും അത് ഫിഷ് ഓയിൽ എന്നൊക്കെ പറയുന്നത് സാച്ചുറേറ്റഡ് അല്ല, സാച്ചുറേറ്റഡ് ആണ്, ഹെൽത്തിയാണ്. എസ്പെഷ്യലി ഫിഷിനകത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആന്റാസിഡ് അല്ല, ഈ ഫ്രീ റാഡിക്കൽസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള സാധനങ്ങളാണ്. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അത് നോർമൽ മെറ്റബോളിസത്തിൽ ലിവറിൽ
കിഡ്നിയിലും ബ്രെയിനിലാണെങ്കിൽ തന്നെ കീറ്റോൺ ബോഡീസും ഫ്രീ റാഡിക്കൽസും എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് മാറ്റാനായിട്ട് ഈ എൻറ്റാസിഡ്സ് എപ്പോഴും പ്രയോജനപ്പെടുന്നുണ്ട്. എൻറ്റാസിഡ്സ് അല്ലെങ്കിൽ പിന്നെ ഫ്രീ റാഡിക്കൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആന്റി ഓക്സിഡൻസ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കി പല ഓയിലുകളും നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പല ഓയിലുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഓയിലാണ് അവൈലബിൾ ആയിട്ട്. പിന്നെ പക്ഷേ ഇതിനെ നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിലോ ഫ്രൈ ചെയ്യുകയാണെങ്കിലോ ഒക്കെ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ അത് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ആയി മാറും. അതിപ്പം കാണിച്ചു തന്നാലേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അത് പല ബോണ്ടുകളുണ്ടല്ലോ, നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ബോണ്ടുകൾ എല്ലാം ഫില്ലാവും. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസുകളാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ പിന്നെ സ്പേസ് ഒന്നും കാണില്ല, എല്ലാം ഫില്ലപ്പ് ആയിരിക്കും. അപ്പൊ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും പാടാണ്, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടാണ്. ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ പ്രോബ്ലം ഉണ്ടാകും. കാരണം അതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് അക്യുമുലേറ്റ് ആയി കിഡ്നിക്ക് അത് റിമൂവ് ചെയ്യാൻ പാടാണ്. അപ്പൊ അങ്ങനത്തുള്ള സാധനങ്ങൾ മാക്സിമം കഴിക്കുന്ന പോലും ഇങ്ങനെയുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ശരീരത്തിൽ അടങ്ങി കഴിഞ്ഞാൽ എന്തായാലും ക്രിയാറ്റിനിൻ, യൂറിയ, യൂറിക് ആസിഡ് ഇതൊക്കെ ശരീരത്തിൽ അടങ്ങി കഴിഞ്ഞാൽ ലിവറിന്റെ ഫംഗ്ഷൻ ലിവറിന്റെ ഫംഗ്ഷൻ ലിവറാണ് അതിന്റെ ഡീടോക്സിഫൈങ്ങിന്റെ ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള സ്ഥലം. കാരണം നമ്മൾ എന്ത് കഴിച്ചാലും ഫസ്റ്റ് ലിവറിൽ കൂടെ ചെന്നിട്ടാണ് ഡീടോക്സിഫൈ ചെയ്തത്. എന്താണ് ടോക്സിൻസ് ഉള്ളത് അതിന്റെ എല്ലാം ബേർഡൻ ലിവറെ ഏറ്റെടുത്തിട്ട് ബാക്കി ഫിൽറ്റർ ഔട്ട് ചെയ്ത് ശരീരത്തെ ബ്ലഡിലോട്ട് വിടുകയാണ്, അവിടുന്ന് ഹാർട്ടിലോട്ട് പോവാണ്. അതിന് ബാക്കി എല്ലായിടത്തോട്ടും പമ്പ് ചെയ്ത് ശരീരത്തിന്റെ ഓരോ സെല്ലിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ച് ആ സെല്ല് യൂട്ടിലൈസ് ചെയ്ത് അതിന്റെ വേസ്റ്റ് പ്രോഡക്റ്റുകളെ തിരിച്ച് സെല്ലിൽ കൂടെ ബ്ലഡിൽ കൂടെ തിരിച്ച് ലിംഫിലൂടെ എത്തിച്ച് തിരിച്ചു പോകും. അത് കിഡ്നിയിൽ പോകുന്നു. കിഡ്നിയിൽ പോയി അതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ട് യൂറിനിൽ കൂടെ പാസ് ആവും. അങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള മെക്കാനിസം. അപ്പൊ ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ശരീരത്തിൽ അടങ്ങി കൂടിയാൽ എന്തായിരിക്കും പ്രോബ്ലം? നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് നടക്കത്തില്ല. നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഡിസീസുകൾ ഉണ്ടാകും. ഡിസീസുകൾ മാത്രമല്ല അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. ഡിസീസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഷുഗർ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്ന ഡിസീസ് നമ്മുടെ ഇപ്പം ശരീരത്തിലെ പാങ്ക്രിയാസിനെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ നാൾ കൊണ്ടുള്ള ഷുഗർ കൺസപ്ഷൻ കൊണ്ട് പാങ്ക്രിയാസിന് പ്രോബ്ലം ആയി. എക്സാമ്പിൾ പറഞ്ഞതാണ്. അത് ഡയറ്റിന്റെ വരുന്നതാണ്. ഓവർ ന്യൂട്രീഷൻ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വരുത്തി വയ്ക്കുന്ന ഒരു പ്രോബ്ലം ആണെന്ന് പറയും. നമുക്കറിയാം കുറെ പ്രോബ്ലംസ് നമുക്ക് വരുത്തി വയ്ക്കാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ഇല്ല. അങ്ങനെ കൺട്രോൾ ഉള്ള ഒരു കാര്യമാണ് ഡയറ്റ്. ഡയറ്റിനെ നേരെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പ്രോബ്ലം വരാം. അതാണ് ഞാൻ പറയുന്നത്, നേരത്തെ ഇപ്പോൾ ഷുഗർ. അപ്പം അത് പാങ്ക്രിയാസിന്റെ പ്രോബ്ലം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. പാങ്ക്രിയാസിന്റെ പ്രോബ്ലം ഉണ്ടാക്കിയാൽ അത് ഷുഗറായി മാറുന്നു. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നോർമലായിട്ട് ഷുഗർ നമ്മൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ അത് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആകുന്നു. ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് ഉണ്ടാകുന്നു. നോർമലായിട്ട് ശരീരത്തിന് കിട്ടേണ്ട ഫുഡ് അല്ലെങ്കിൽ ഓരോ സെല്ലിനും കിട്ടേണ്ട ഫുഡ്, അതായത് ഗ്ലൂക്കോസ് എത്തുന്നില്ല. അപ്പം വീക്ക്നെസ് ഉണ്ടാകുന്നു, നോർമലായിട്ട് ടയേർഡ് ആകുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് അപ്പോഴത്തെ കാര്യം. അത് മാത്രമല്ല പിന്നീട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഓവർ ലോങ് ടേം മെഡിക്കേഷൻ മരുന്നിന് സൈഡ് എഫക്റ്റുകളാണ്. മരുന്ന് കഴിച്ച് പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ അങ്ങനെ വേറൊരു പ്രശ്നം. അപ്പൊ ഈ ഒരു സൈക്കിൾ ഓഫ് ചെയിൻ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ പറ്റും. ബ്രേക്ക് ചെയ്യാതെ പോവാതെ പറ്റത്തില്ല. ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ആരെങ്കിലും അവിടെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ഇടുക കേട്ടോ. ഉണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഓവർ പീരീഡ് ഓഫ് ടൈം അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. നമ്മുടെ ഫുഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലോണം കഴിക്കാൻ നോക്കുക, ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് മാക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച്. മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, മിനറൽസ് ആണ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഡീപ്പായിട്ട് പോയിട്ടും കാര്യമില്ല. എന്നുവെച്ചാൽ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പ്ലാന്റ്സിനാണെങ്കിൽ കെരോട്ടിൻ, അത് നമ്മൾ കഴിച്ചിട്ട് ശരീരത്തിൽ വരുമ്പോൾ റെറ്റിനോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കണ്ണിൽ കാഴ്ചയ്ക്കൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു.
അപ്പൊ അതുപോലെ തന്നെ ഓരോ വൈറ്റമിൻസിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്. ഫങ്ഷൻസ് വൈറ്റമിൻ എക്ക് അതിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ ഇമ്മ്യൂണിറ്റിയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും സെൽസിന്റെ ഡിവിഷനെ സഹായിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈറ്റമിൻ എ മാത്രമുള്ള ഫുഡ് നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം അതിനകത്ത് നോർമലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും അപ്ലൈ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് കുറെ നാൾ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറുന്നു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലേറ്റില് നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഫുഡ് ഇൻവോൾവ് ചെയ്യിക്കുക. അതിനകത്ത് മുട്ട വയ്ക്കുക, പാല് നമ്മൾ സൈഡ് വയ്ക്കുക, പൾസസ്, സീരിയൽസ്, നട്ട്സ് അതൊക്കെ ഇൻവോൾവ് ചെയ്യുക. കാരണം ഓരോന്നിനകത്ത് ഓരോ തരത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അവൈലബിൾ ആക്കാൻ ശ്രമിക്കുക, നോക്കുക. പിന്നെ പലതും നമ്മൾ ഉപയോഗിക്കുന്ന സമയം പലതും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിസൾട്ട് നമുക്ക് കുറച്ചുകൂടെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാതെ പലതും ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഒരു മാറ്റം അറിയാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള ചേഞ്ച് നമുക്കുണ്ടാകും. കാരണം നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരേ രീതിക്കുള്ള ഫുഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് മാറ്റി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ കഴിക്കാം. ഓക്കെ, പിന്നെ റെഡ് മീറ്റ് കഴിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതുപോലെ, കാരണം പലതും മാനുഫാക്ചർ ചെയ്ത് വരുന്നതാണ്. അപ്പം അത് മാക്സിമം കുറയ്ക്കുക. അതിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ശരിക്കും മാറ്റി നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഷുഗർ കഴിക്കാത്ത ഒരാളോട് നമ്മൾ അതിൻ്റെ സ്വാദ് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മളത് മാറ്റി നോക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഫ്രഷ്നെസ്സും അതിൻ്റെ ചേഞ്ചും നമുക്ക് അറിയാൻ പറ്റും. ഈവൻ നമ്മുടെ ബിഹേവിയറിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത് വൈറ്റമിൻസിന്റെ കാര്യമാണ്. വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്. നിങ്ങൾക്കറിയാമോ ഏതൊക്കെയാ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്, വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ഓക്കെ, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് അല്ലെങ്കിൽ ഈ വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് അങ്ങനെ നോർമലായിട്ട് വളരെ ബേസിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ സോളുബിൾ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ നമുക്ക് പോകും, പെട്ടെന്ന് പോകും നമ്മുടെ ശരീരത്തിൽ. യൂറിനിൽ കൂടെ പാസ് ഔട്ട് ചെയ്യുന്നതാണ് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് പക്ഷേ ശരീരത്തിൽ നിൽക്കും. വാട്ടർ സോളുബിൾ വൈറ്റമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിയും സിയും ആണ്. ഓക്കെ, വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ നിൽക്കത്തില്ല പെട്ടെന്ന്. മറ്റേതിനെ എല്ലാം കമ്പാരിസൺ ആണല്ലോ. കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് ശരീരത്തിന് പോകുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇൻടേക്ക് നമുക്ക് അതുപോലെ വേണം എന്നുള്ളതാണ് ഉദ്ദേശം. ശരീരത്തിന് പോകേണ്ടത് കൂടുതലായിട്ടുള്ള ഇൻടേക്ക് വേണം ശരീരത്തിൽ. അതുപോലെ നമ്മൾ വൈറ്റമിൻ ബിയും സി അടങ്ങിയ ഫുഡ്സ് കഴിക്കണം. ബി എവിടെ നിന്ന് കിട്ടും? സി എവിടെ നിന്ന് കിട്ടും? സി കിട്ടുന്നത് സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, സി കിട്ടുന്നത് സിട്രസ് ആയിട്ടുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഫുഡ്സ് എന്നാണ്. നോർമലി സിട്രസ് ആയിട്ടുള്ള ഫുഡ്സ് എന്നാണ് നമുക്കത് കിട്ടുന്നത് വൈറ്റമിൻ സി. പിന്നെ സപ്ലിമെന്റേഷൻ ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം വൈറ്റമിൻ സിയുടെ ഏതൊക്കെ ഇസഡ് വരെയുള്ള എല്ലാത്തിനും സപ്ലിമെന്റേഷൻ അവൈലബിൾ. ഇപ്പം പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ അത് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യും. ഒരു പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തിൽ സ്റ്റോക്കിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു ഹാബിറ്റായിട്ട് ശരീരത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ബി ആണ്, സി ആണ്. ബിയും സിയും വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ കൂടുതൽ ഇൻടേക്ക് അതിൻ്റെ ഉണ്ടാകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ആണ്. ഫാറ്റ് സോളുബിൾ എന്ന് പറയുമ്പോൾ എ വരും, ഈ പറയുന്ന റെറ്റിനോൾ. പിന്നെ ഡി ഉണ്ട്, വൈറ്റമിൻ ഡി. ഡി ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. അതുപോലെ ഇ ഉണ്ട്, കെ ഉണ്ട്. ഇതൊക്കെയാണ് നോർമലി. പിന്നെ ഇത് മാത്രമല്ല, വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 26 വെറൈറ്റി വൈറ്റമിൻസ്. ഇതിൻ്റെയൊക്കെ പേരിട്ടേക്കുന്നത് ഇതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ്. അപ്പോൾ പലതിന്റെ സ്ട്രക്ചർ ഏതാണ്ട് ഒരുപോലെ വരുമ്പോൾ വൈറ്റമിൻ എക്കകത്തും പല കാറ്റഗറി ഉണ്ട്, ഡിക്കകത്തും എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ വൈറ്റമിൻ ബി മാത്രമാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കുറച്ചുകൂടി പറയുന്നത്. ബി എന്ന് പറയുമ്പോൾ അതിനകത്ത് B1, B2, B3, B4, B12 വരെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ
അതായത് ടൈമിംഗ് മുതൽ സൈനോകൊബാളമീൻ വരെ സാധനങ്ങളുണ്ട്. ടൈമിംഗ് എന്ന് പറയുന്നത് നോർമലി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ബ്രാൻഡിലാണ്. റൈസിന്റെ ബ്രാൻഡിലാണ്. പലപ്പോഴും റിഫൈൻ റൈസിൽ കാണാത്തൊരു സാധനം, മാക്സിമം റിഫൈൻ റൈസാണ് പലരും ഉപയോഗിക്കുന്നതെന്ന് അറിയാം. അത് കുറയ്ക്കുക, കൂടുതലായിട്ട് ബ്രാൻഡ് ഉള്ളത് ഉപയോഗിക്കുക. അതായത് പുഴുക്കലരി എന്ന് പറയും, ചുമന്ന പുഴുക്കലരി, അത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് പല ബ്രാൻഡിന്റെ പേരിലൊക്കെ ആയിട്ട് വരും. അത് നിങ്ങൾ നോക്കി മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ടേസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഹെൽത്തും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് കോംപ്രമൈസ് എവിടെയെങ്കിലും ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ നമ്മൾ ടേസ്റ്റിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്ങനെയാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഏതാ നമുക്ക് നല്ലത് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂട്രിയൻസിനെ കുറിച്ചായിരുന്നു, വൈറ്റമിൻസിനെ കുറിച്ച്. ഇതൊക്കെ എവിടെയാണ് അവൈലബിൾ ആയിരുന്നുള്ളത്? വൈറ്റമിൻ എ, അതുപോലെ ബിയിലെ സിന്റെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വാട്ടർ സോൾബിളാണ് കൂടുതലായിട്ട് കഴിക്കണമെന്നുള്ളത്. എ, ബി, സി, ഇ, അതൊക്കെ സി അല്ല, എ, ഡി, ഇ, കെ, അതൊക്കെ അവൈലബിൾ എവിടെയാകും, എന്തുമാത്രം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആകും, അത് സ്റ്റോർ ആവുന്ന എത്ര പെട്ടെന്ന് അത് പോകും എന്നൊക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഇത്ര അറിയാം, ബേസിക്കലി ബിയും സിയും ഉണ്ട്, അത് വാട്ടർ സോൾബിളാണ്, അത് കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ബാക്കിയുള്ള വൈറ്റമിൻസ് അത്രയും പ്രശ്നമില്ല, കാരണം സ്റ്റോർ ചെയ്യും. ഫാറ്റ് സോൾബിൾ ആണ്, ടിഷ്യൂസ് ഫാറ്റ് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത്, എസ്പെഷ്യലി ബെല്ലിയിലാകാം, ഓക്കെ, അല്ലെങ്കിൽ ഫാറ്റ് എവിടെ, ഈവൻ മസിൽസിലായിരിക്കാം, മയോഗ്ലോബിൻ, ഓക്കെ, അപ്പൊ അവിടെയൊക്കെ സ്റ്റോർ ചെയ്യാം. അവിടെയൊക്കെ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ അത് പിന്നീട് അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യൂ. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മാത്രമേ ഫാറ്റ് ഉപയോഗിക്കത്തുള്ളൂ. ഈ ഒരു സൈക്കിൾ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ ഫാറ്റ്, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരും, ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇതിന്റെ മെറ്റബോളിസം കംപ്ലീറ്റ് തെറ്റും. ഓക്കെ, അതിന്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസിന് ഇതുപോലെ പ്രോബ്ലം വരുന്നതും ലോങ് ടേം ആസ്പെക്റ്റില് ഡയറ്റ് അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ വൈറ്റമിൻസിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ നമ്മുടെ ടോപ്പിക്ക് അതാണ്, അതുകൊണ്ടാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്റേണൽ ഓർഗൻസിന് പ്രോബ്ലം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി അല്ലെങ്കിൽ ലിവർ, ഹാർട്ട്, അതിനൊക്കെ പ്രോബ്ലം നമ്മൾ അറിയത്തില്ല. ലാസ്റ്റ് സെക്കൻഡിലായിരിക്കും നമുക്ക് അതിന്റെ ചേഞ്ച് അറിയാൻ പറ്റും. നമ്മൾ അതേപോലെ ഇപ്പം ഡയറ്റ് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഡയറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹാബിറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ നമുക്ക് ടൈം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഏജ് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ഓക്കെ, നമ്മളത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലോണം ചെയ്യാം. പിന്നെ അനുഭവിക്കാനുള്ള നമ്മൾ അനുഭവിച്ചേ പറ്റുന്നത്. ഏത് രീതി നമ്മൾ ലേസിനെസ് ആണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ അതുമായിട്ടുള്ള ലീഡ് ചെയ്യും. അത് ആക്റ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, ആക്റ്റീവ് ആവുന്നതിന് ചെറിയ സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവും, അത് അനുഭവിക്കാൻ ഒരു രസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്ത് മാക്സിമം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതെല്ലാം അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഞാൻ ഡയറ്റ് മാത്രമല്ല, അതിനകത്ത് എക്സസൈസ്